ഇതൊരു 4.5 ഏക്കർ നിരന്ന് കിടക്കുന്ന ഭൂമിയാണ്. ഇതിൽ 2.5 ഏക്കറോളം റബ്ബറുണ്ട്. 4.80 സ്ഥലം വരുന്നത് കേട്ടോ. 2.5 ഏക്കറോളം റബ്ബറാണ്, ഇതേമാതിരിയുള്ള റബ്ബർ. പിന്നെ ബാക്കിയുള്ള സ്ഥലം ഫുള്ള് തെങ്ങാണ്. വഴിയുടെ ഓരാണ്. പഞ്ചായത്ത് റോഡിൻ്റെ മുൻവശം ഒരുപാട് ഫ്രണ്ടേജായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പള്ളിയിലാണ് കേട്ടോ. പള്ളിയിലാണെങ്കിലും ഇവിടെ വിലയുള്ള ഏരിയയാണ്. ഇത് ആ കാണുന്നത് പുഴയാണ്, ഭാരതപ്പുഴയാണ്. ആ ഭാരതപ്പുഴ കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം വേറൊരു ടീമിൻ്റെയാണ്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സ്ഥലമാണ് നമ്മൾ ഈ റബ്ബറായിട്ട് കിടക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതോ ഈ പറമ്പിൻ്റെ തൊട്ട് കുറച്ച് തെങ്ങൊക്കെ നിൽക്കണ ഒരു പറമ്പാണ് കണ്ടോ. അതിൻ്റെ ആ തൊട്ട് കിടക്കുന്നത് പുഴയാണ്. അത് പുഴയാണ്, അങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്, ഭാരതപ്പുഴയാണ്. ആ പറമ്പ് കഴിഞ്ഞ ഉടനെ കിടക്കണം നമ്മുടെ ഈ ഭൂമി. ഇവിടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള പരിസരമാണ് കേട്ടോ. വീടുകളൊക്കെ ഉള്ള പരിസരമാണ്. ഇതിൻ്റെ ഫ്രണ്ടേജ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് റബ്ബറിൻ്റെ ഏരിയയാണ്. ഇനി ഇതിൽ തെങ്ങ് മാത്രം നിൽക്കുന്ന ഏരിയ ഉണ്ട്, അത് കാണിച്ചു തരാം. നല്ല അടിപൊളി കായുള്ള തെങ്ങ് ഞാൻ കാണിച്ചു തരാം. ഈ റബ്ബറിൽ നിന്ന് നമ്മളിപ്പോൾ പുറത്തേക്ക് ഒരു സൈഡിൽ കൂടെ കിടക്കുകയാണ്, ഗേറ്റാണത്. കടന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ ഫ്രണ്ടേജ് ആയിട്ടാണ് വരിക. ഒരുപാട് ഫ്രണ്ടേജ് ഉണ്ട്. അത് ആ അറ്റം വരെ ഫ്രണ്ടേജ്. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിലത്തെ തെങ്ങ് നിൽക്കുന്ന ഏരിയ. ഇതിൽ തെങ്ങുണ്ട്, റബ്ബറുണ്ട്. ഇതാണ്ട് അതിലൊരു കുളമുണ്ട്. നല്ല മഹാഗണികളുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് കിടക്കുന്നത് പുഴയാണ് കേട്ടോ. കണ്ടോ, അത് പുഴയാണ്. തെങ്ങൊക്കെ നല്ല നാളികേരമുള്ള സൈസാട്ടോ. പുഴ ഓരാകൊണ്ടേ. എന്തുകൊണ്ട് അതൊക്കെ ഇതിൻ്റെ ഫ്രണ്ടേജാണ്. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര നേരമായി നടക്കലെടുത്തി. റോഡാണ്. റോഡ് പറഞ്ഞത് അതുവരെ മറ്റേ ടാർ ചെയ്തിരിക്കണു അല്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മണ്ണ് റോഡ് കുറച്ച് ഇതാണ് തോട്ടം. നാളികേരിട്ടിട്ട് പൊളിച്ചതാണത്. മാവ്, പ്ലാവ് എല്ലാ സംഭവമുണ്ട്. തെങ്ങുകളുണ്ട്. തെങ്ങൊക്കെ നല്ല കായുണ്ട് കേട്ടോ. എന്താ പുഴയാണ് ആ കാണുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ
നല്ല ഒരു തോട്ടാണ്. വേണിച്ച വിളിച്ചോളി. ഇതിലത്തെ മോട്ടോർ പുര അങ്ങനെയുള്ള സാധനങ്ങളാണ് കാണുന്നത്. മോട്ടോർ പുരയാണ് കാണുന്നത്. അതായത് നമ്മളെ പുഴയിൽ നിന്ന് വെള്ളം ഇതിലേക്ക് അടിക്കുക. ഇത് വേണമെങ്കിൽ തെങ്ങ് കഴുങ്ങൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്ഥലം. 4 ഏക്കർ 80 സെൻറ്റ് സ്ഥലം. ഒരുപാട് റോഡ് ഫ്രണ്ടേജ് കണ്ടോ, ഒരുപാട് റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ്. ഇത് മെയിൻ റോഡിൽ നിന്ന് വെറും ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ. ആ കാണുന്ന സ്ഥലം വരെ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ ഇവിടേക്ക് കുറച്ച് കോൺക്രീറ്റ്, ഇപ്പോൾ റോഡ് പണി പാസ്സായി കിടക്കണതാണിത്. ഇത് അടുത്തന്നെ പണിയും തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ഒരു തോട്ടാവും. ഭാവിയിലൊക്കെ ഇത് വീടുകൾ വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. നല്ലൊരു തോട്ടാണ്. ഓക്കെ.